കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ദന്തൽ കോളേജ് മതിൽ അപകടാവസ്ഥയിൽ. ഏത് നിമിഷവും നിലം പതിക്കാറായി മതിലിനോട് ചേർന്ന ആംബുലൻസ് അടക്കം നിരവധി വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്താണ്. ഈ മെഡിക്കൽ കോളേജിലെ ഡെന്റൽ കോളേജിലെ അടുത്തുള്ള പരിസരത്തുള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ ഭാഗത്ത് ഈ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മതിലുണ്ട്. ഈ മതിൽ ഏത് നിമിഷവും നിലംപതിക്കാറായ, നിലത്തേക്ക് വീഴാറായ അവസ്ഥയിലാണുള്ളത്. നമുക്കറിയാം, ഞാൻ ഈ കൈകൊണ്ട് ഈ മതിലിന്റെ ഈ ഭാഗം തൊടുമ്പോൾ തന്നെ ഈ കല്ലുകളൊക്കെ തന്നെ ഇളകിയിരിക്കുന്ന അവസ്ഥയിലാണ്. കണ്ടോ, ഈ രീതിയിലാണ് ഈ മതിൽ. അതായത് ഈ പൊതുവെ ഈ സമയത്ത് മഴയാണ്, ഈ മഴക്കാലമാണ്. ഈ ഭാഗത്ത് ഈ മതിൽ പുറത്തേക്ക് വീഴാറായ, അതായത് തള്ളി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഈ ഭാഗത്തെ മാത്രം കാഴ്ചയല്ല, ഈ മതിലിന്റെ മുഴുവനുള്ള അവസ്ഥയും ഈ രീതിയിൽ തന്നെയാണ്. കാരണം ഈ ഇത്ര ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഇവിടെയുള്ള മതിലുകളൊക്കെ തന്നെ ഉള്ളത്. ഏത് നിമിഷം, അതായത് ഇതിനകത്തുള്ള കല്ല് നനഞ്ഞ് കുളിച്ചൊരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അപകടം, ഈ മതിൽ പുറത്തേക്ക് വീഴാനുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോഴും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ മതിലിനോട് ചേർന്ന് നിരവധി വാഹനങ്ങൾ ഈ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നതാണ്. അതായത് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വാഹനങ്ങൾ, ആംബുലൻസ് അടക്കം ഈ ഭാഗത്ത് ഈ മതിലിനോട് ചേർന്ന് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആളുകൾ ഈ മതിലിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, നിരവധി ആളുകൾ എത്തുന്നത്. നമുക്കറിയാം, 5 ജില്ലകളുടെ ഏക ആശ്രയമാണ് ഈ മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജിലേക്ക് നിരവധി, ദിവസേന 3000-ലധികം ആളുകൾ എത്തുന്ന മെഡിക്കൽ കോളേജാണ്. ഈ മെഡിക്കൽ കോളേജിലെ ഈ മതിലിന്റെ അവസ്ഥ അതാണ്. ഈ രീതിയിൽ അപകടകരമായ അവസ്ഥയിലാണ് ഈ മതിലുള്ളത്. എന്നിട്ട് പോലും, അതായത് ഇന്നലെ നമുക്ക് ഒരു ജീവൻ, അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഒരു ജീവൻ നമുക്ക് മുന്നിൽ പൊലിഞ്ഞത്. അങ്ങനെ ഒരു അവസ്ഥ ഈ മെഡിക്കൽ കോളേജ് പരിസരത്തും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അധികൃതർ ഇതിനെതിരെ കൃത്യമായൊരു നടപടിയെടുക്കണം. ഈ മതിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണിക്കുന്ന ഈ സമയത്ത് തന്നെ ഈ മതിൽ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞ നിലയിലാണ്. അതായത് ഏത് നിമിഷവും ഒരു അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം. ഇവിടെ ഇവിടെ വാഹനം പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ അല്ല. പക്ഷേ ഈ പാർക്കിംഗ് സൗകര്യം മറ്റിടങ്ങളിൽ ഇല്ലാത്തത് കൊണ്ടാകാം ഒരുപക്ഷെ ഈ വാഹനങ്ങളൊക്കെ ഈ ഭാഗത്ത് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നതും ആളുകൾ ഈ ഭാഗത്ത് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ ഈ ഭാഗത്ത് ഇത്തരത്തിൽ ഇവിടെ പാർക്കിംഗ് അനുവദനീയമല്ല, അപകടാവസ്ഥയിലാണ് എന്നൊരു ബോർഡ് പോലും അധികൃതർ ഇതുവരെ വെച്ചിട്ടില്ല. എന്തായാലും അധികൃതരുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണം. കാരണം ഇനിയൊരു ജീവനും ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥ, ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ കൊണ്ട് നമുക്ക് മുന്നിൽ പൊലിഞ്ഞു പോകാൻ പാടില്ല. ഈ കോഴിക്കോട് ഡെന്റൽ കോളേജ് പരിസരത്ത് നിന്നും ക്യാമറമാൻ പ്രശോഭിനൊപ്പം അനഘ ഹർഷൻ, ജനം.